പ്രതിവാദം പഠിക്കും പഠിക്കൂല എന്ന രണ്ട് അഭിപ്രായം സംഘടനയിലുണ്ടല്ലോ. അതിൽ ഏതിനെയാണ് സംഘടന പ്രൊമോട്ട് ചെയ്യുന്നത്? അത് ഒരു എൽമിയായ ഒരു വൈജ്ഞാനികമായ ഒരു ചർച്ചയാണ്. അത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ പണ്ഡിത സഭ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും അതത് സന്ദർഭങ്ങളിൽ തീരുമാനങ്ങൾ കൊടുക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പ്രബോധന രംഗത്ത് പരസ്യമായി ആ നിലക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ അവതരിപ്പിക്കരുത് എന്നതാണ് ഞങ്ങളുടെ പ്രബോധന സംസ്കാരം. അതെ, അതറിയാം. അതൊക്കെ പോയവർക്കറിയാം. അത് പോയവർക്കറിയാം. നിങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെ ഒന്നും അതിന് വ്യാഖ്യാനിക്കണ്ട. കേരള ജമിയത്തുൽ ഉലമയെ എടുക്കുന്ന തീരുമാനങ്ങൾ അതിനോട് യോജിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും സുതാര്യത ഞങ്ങൾക്ക് ഗൂഢമായ ഒരു ഘടകവുമില്ല. ഞങ്ങൾ റോട്ടിൽ നിന്ന് പ്രസംഗിക്കുന്നവരാണ്. എന്താണ് വിഷയമല്ല. തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോ ഒരു ധാരണയിലെത്തിയാൽ ആ ഒരു ധാരണ അല്ലെങ്കിൽ പറഞ്ഞൂടെ? പറയൂ. ഞങ്ങളതിന്റെ വിശദീകരണത്തിൽ കടക്കാൻ 20-ാം തീയതി ഏതാ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇനി നിങ്ങളോട് ഈ ലയനം അറിയിക്കാൻ, യോജിപ്പ് അറിയിക്കാൻ, ഈ ഐക്യം അറിയിച്ച് ഞങ്ങള് പ്രവർത്തകന്മാരെയും ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് 20-ാം തീയതി ഞങ്ങൾ പറയും. 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഞങ്ങളുടെ ഒരു മഹാസംഗമം ചേരുന്നുണ്ട്. അതിന് സന്തോഷത്തോടുകൂടെ നിങ്ങൾ പറയും ഈ ഭിന്നിച്ചു പോയവർ യോജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതാണ് ഏറ്റവും ഇത് യോജിപ്പാണ്. ഇവിടെ പലർക്കുമുള്ള സംശയം, ആദർശപരമായ യാതൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല, ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ബഹുവന്യനായ ഹുസൈൻ മടവൂർ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ ചർച്ചകളിൽ ആരെങ്കിലും ജയിച്ചുവെന്നോ ആരെങ്കിലും തോറ്റുവെന്നോ, ഒരു വിഭാഗത്തിന് മേൽക്കോയ്മയെന്നോ ഒരു വിഭാഗം കീഴ്പ്പെട്ടുവെന്നോ നോക്കിക്കാണാനും ആ നിലക്ക് ദുർവ്യാഖ്യാനിക്കുവാനും അടുത്ത മനസ്സുകൾക്കിടയിൽ അകലം സൃഷ്ടിക്കുവാനുമുള്ള ചില കുൽസിത ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അത്തരക്കാർക്ക് ഞങ്ങളുടെ വാക്കുകളോ നാക്കുകളോ പേനകളോ എഴുത്തുകളോ ഞങ്ങളുടെ നിലപാടുകളോ ഒരിക്കലും ലഭിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. ഇവിടെ ഒന്നായി മുന്നോട്ടു പോവാനുള്ള തീരുമാനം മഹത്തായ ആദർശത്തിന്റെ